കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ലീയും ആ മേയറെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അയാളെ പിടിച്ച് കെട്ടിയൊക്കെ വെച്ചിരിക്കുകയാണ്. അയാളെ ലീ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ആ അച്ഛനെ ഇയാളും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല അയാളെ ഉപദ്രവിക്കാനും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇനി മേലാൽ അയാളുടെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ നിന്നെ ശരിയാക്കുമെന്നൊക്കെ മേയറിനെയും പറഞ്ഞിട്ട് അയാളെയും ഒരു കുഴിയിൽ തള്ളിയിട്ട് ലീയും അവിടെ മണ്ണ് വാരി ഇടുന്നുണ്ട്. അച്ഛനും അയാൾ മരിച്ചു കാണാനാണ് എനിക്ക് താല്പര്യമെന്ന് പറയുന്നുണ്ട്. ലീയും അത് കേട്ടിട്ട് ഒരു വലിയ പാറക്കല്ലെടുത്ത് ആ മേയറുടെ ദേഹത്ത് ഇടാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. മേയറും പേടിക്കുന്നു. ലീയും നിങ്ങൾക്ക് ഞാൻ മരണശിക്ഷ വിധിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു കല്ല് ആ കുഴിയിലേക്ക് ഇടാനായിട്ട് പോകുന്നുണ്ട്. ആ സമയം അച്ഛനും നിർത്താനായിട്ട് ആവശ്യപ്പെടുന്നു. അവനെ വിട്ടേക്ക് എന്ന് പറയുമ്പോ ലീയും അത് നിർത്തുന്നുണ്ട്. എന്ത് പറ്റിയെന്ന് ലീയും അച്ഛനോട് ചോദിക്കുന്നുണ്ട്. എന്റെ മകനോട് അവൻ ഇതുവരെ മര്യാദയ്ക്ക് ക്ഷമ പോലും ചോദിച്ചിട്ടില്ല. അവന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അവൻ എത്ര വേണമെങ്കിലും ക്ഷമ ചോദിക്കാൻ ഇപ്പോൾ തയ്യാറാണ്. അവൻ മനസ്സുകൊണ്ട് ക്ഷമ ചോദിക്കില്ലെന്ന് എനിക്കറിയാം. എനിക്ക് വേണ്ടത് അവൻ എന്തായി ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് അവൻ മനസ്സിലാക്കണം. അത് ഈ ലോകവും മനസ്സിലാക്കണം. ലീയും അവനെ ട്രയലിലേക്ക് കൊണ്ടുവരണമെന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങളെ നിയമത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഒരു സിങ്ക് ഹോളിലല്ലേ അയാളെ തള്ളിയിട്ടിരിക്കുന്നത്. അയാളും ഇപ്പോൾ ഇത് ചെയ്താലും നമുക്കെന്താ ഗുണമുള്ളത്? അപ്പൊ നിങ്ങൾ പറയുന്നത് ഇവനെ ട്രയലിൽ കൊണ്ടാക്കണമെന്നാണോ? എന്നിട്ട് അവനും ആ ഒരു മാസ്ക് അഴിച്ചു മാറ്റുന്നുണ്ട്. എന്റെ പേര് ലീ എന്നാണ്, ഞാനൊരു ജഡ്ജാണ് എന്ന് പറഞ്ഞ് അച്ഛനോടും പരിചയപ്പെടുന്നുണ്ട്. ആ മേയറിനെയും വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നു. എന്നെ പിടിച്ചുകൊണ്ട് പോയവന്മാര് മിക്കവാറും ലോൺ തരുന്നവന്മാരായിരിക്കും. പൈസ തിരിച്ചടയ്ക്കാത്തോണ്ടായിരിക്കും എന്നെ പിടിച്ചുകൊണ്ട് പോയത്. അവന്മാരെ കണ്ടു കിട്ടുകയാണെങ്കിൽ എന്റെ അടുത്തേക്ക് കൊണ്ടുവരണം എന്ന് കൂട്ടാളിയോടും പറയുന്നുണ്ട്. ലീയും ആ മുത്തശ്ശിയുടെ കൊച്ചുമകളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അവൾ എങ്ങനെയുണ്ട്, വർക്കിന് ഇപ്പോഴും വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ അവനും ഒരു കാര്യം പറയുന്നുണ്ട്. രാത്രി 12 മണി ആവുന്നത് വരെ ഇവളിവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. 2 മണിക്കൂർ ജോലി എന്ന് പറഞ്ഞിട്ട് മുഴുവൻ സമയവും ഇവളിവിടെ നിൽക്കുകയാണ്. ലീയും വഴക്ക് പറയുന്നുണ്ട്. അത് കുട്ടിയായതുകൊണ്ടാണോ നീ സമ്മതിച്ചു കൊടുത്തത്? അവളെ വഴക്ക് പറയണ്ടായിരുന്നോ? ആ സമയം ഒരാളും അതുവഴി നടന്നു പോകുമ്പോ ലീയും നോക്കിയിട്ട് ഈ കുടിക്കുന്നവന്മാരൊക്കെ ഈ സമയത്ത് ഇവിടേക്ക് വരുന്നുണ്ട്. ഇവിടെ നിൽക്കുന്നത് അപകടമാണ്. അതുകൊണ്ട് രാത്രി വരാതെ രാവിലെ ആക്കാനായിട്ട് പറയുന്നുണ്ട്. നൈറ്റ് ഷിഫ്റ്റ് ആണ് നല്ലത്. എനിക്ക് പഠിക്കാനൊക്കെ ഒരുപാടുണ്ട്. എനിക്ക് കോളേജിലൊക്കെ പോകാനുള്ളതാണ്. മുത്തശ്ശി ഇതിന് സമ്മതിച്ചോ? സമ്മതിച്ചല്ലോ. ഞാൻ കോളേജില് പഠിക്കാനൊക്കെ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചു. എന്നിട്ട് ലീയും അവളെ വീട്ടിൽ കൊണ്ട് ആക്കുന്നുണ്ട്. മുത്തശ്ശി എപ്പോഴും പറയും ഞാനുള്ളപ്പോ അവർക്ക് വളരെ പേടിയാണ്. ലൈറ്റ് ഇട്ട് മാത്രമാണ് അവർ ഉറങ്ങുന്നത് തന്നെ. ഞാനില്ലാത്തപ്പോ ഫാന് പോലും ഇടത്തില്ല. ഇലക്ട്രിസിറ്റി ബില്ല് കൂടുമെന്ന് കരുതിയിട്ട്. ലീ നോക്കുമ്പോ അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവൾ മുത്തശ്ശിയോട് ഒരു കാര്യം പറയുന്നുണ്ട്. ഞാനിപ്പോ ജോലിക്ക് പോകാറില്ലേ, അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? പൈസ ഉണ്ടാക്കുന്നതാണോ? അതല്ല, അവിടുത്തെ ഓണർ എന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കും. ഇരുട്ടത്തും എന്റെ കൂടെ ഒരാളുണ്ട് എന്നറിയുന്നതില് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആ സമയം ഇവളും പുറത്തേക്ക് നോക്കുമ്പോ ലൈറ്റ് തെളിയുന്നത് ഇവളും കാണുന്നുണ്ട്. ഇവന്മാര് രണ്ടുപേരും ചേർന്നിട്ടാണ് ആ സ്ട്രീറ്റ് ലൈറ്റ് അവിടെ വെച്ചത്. ഇവളും വന്ന് ജനാലയ്ക്കടുത്ത് വന്ന് നോക്കുമ്പോ ഇവന്മാരും ഒളിച്ചിരിക്കുന്നുണ്ട്. അവൾ പോകുമ്പോ ഇവരും അവിടെ നിന്നും ഓടിപ്പോകുന്നു. ജോൻഹോയും ഇവനൊരു പുതിയ കാറ് വാങ്ങി കൊടുക്കുന്നുണ്ട്. മാസാമാസം ശമ്പളത്തിന്ന് എനിക്കിത് തിരികെ തരണം എന്നൊക്കെ അവനും പറയുന്നുണ്ട്. ഇവിടെ ഒരു മിനിസ്റ്ററും ആ മേയറെ വിളിച്ചിരുത്തി സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ എന്തായി ചെയ്തു വെച്ചത്? മേയറിന്റെ കസേരയിൽ നിങ്ങളെ ഇരുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ല എന്നൊക്കെ പറഞ്ഞ് അയാളും വഴക്ക് പറയുന്നുണ്ട്. എങ്ങനെങ്കിലും ഇതിൽ നിന്നും ഊരിപ്പോരണം. ആ വിക്ടിംസിന് പണം കൊടുത്ത് സെറ്റിൽ ചെയ്യണം. വക്കീൽ കൂട്ടുകാരനും ഇവന്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ കേസൊക്കെ എങ്ങനെ പോകുന്നു എന്നൊക്കെ അവനോട് ചോദിക്കുന്നുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല, നന്നായി തന്നെ പോകുന്നു എന്ന് ലീയും പറഞ്ഞൊഴിയുന്നുണ്ട്. നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി എന്നൊക്കെ അവന് പറയുന്നുണ്ട്. ശരിക്കും അവൻ കളിയാക്കിയതാണ്. വില്ലൻ ജഡ്ജിന്റെ സെക്രട്ടറിയും ഇവനോട് ലീ ഇപ്പൊ എങ്ങനെയുണ്ട് എന്നൊക്കെ അവനോട് ചോദിക്കുന്നുണ്ട്. മറ്റെന്തെങ്കിലും അവൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. ലിയം ആ ഒരു കേസിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുന്നു. അവന് പ്രോസിക്യൂട്ടർ യോമിനെ വിളിക്കുന്നുണ്ട്. ആ ഒരു നിയമമന്ത്രിയാകാൻ പോകുന്ന ആളെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കണം. ജീന എന്ന് പറയുന്ന ഒരു പ്രോസിക്യൂട്ടർ ഉണ്ട്. ആ പെൺകുട്ടി എസ് കൺസ്ട്രക്ഷന്റെ ഉടമയായിട്ടുള്ള ടെസിക്കിനെ അവൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവൾ കൊള്ളാം. അവൾ ഈ കേസ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കൃത്യമായി തെളിവുണ്ടാക്കി അയാളെ കൊടുക്കുന്നതായിരിക്കും എന്ന് വിളിച്ചു പറയുന്നുണ്ട്. വില്ലൻ ജഡ്ജിനും സെക്രട്ടറി ലീയുടെ എല്ലാ ഇൻഫർമേഷനും കൊണ്ട് കൊടുക്കുന്നുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഇവൻ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. പക്ഷേ കോളേജിലെത്തിയപ്പോ ഇവന്റെ റാങ്ക് വല്ലാതെ മുകളിലായി. എന്തുകൊണ്ട് ഇവൻ ഇത്രയും വേഗത്തിൽ മാറിയത് എന്ന് ചോദിക്കുമ്പോ അവനും ഒരു കാരണമുണ്ട്. റീഡെവലപ്മെന്റ് നടക്കുന്നുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ലീയുടെ അച്ഛനും സമരം ചെയ്തിട്ടുണ്ടായിരുന്നു. അയാളുടെ പേരില് ഒരു കേസും ഉണ്ട്. ആ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എസ് കൺസ്ട്രക്ഷൻ ആണ്. വില്ലൻ ജഡ്ജും അക്കാര്യം ഓർക്കുന്നുണ്ട്. അത് ലീയുടെ അച്ഛനായിരുന്നു. അന്ന് അവിടെ ഉണ്ടായിരുന്ന ജഡ്ജിമാരുടെ കൂട്ടത്തിൽ ഈ വില്ലൻ ജഡ്ജും ഉണ്ടായിരുന്നു. അച്ഛനെ ശിക്ഷിച്ചത് മറ്റൊരു ജഡ്ജാണ്. പക്ഷെ അസോസിയേറ്റ് ജഡ്ജായിട്ട് ഈ ജഡ്ജും ഉണ്ടായിരുന്നു. അയാൾ ചെയ്തതിന് 1 വർഷവും 6 മാസവുമാണ് ജയിൽ ശിക്ഷ അനുഭവിക്കാൻ വേണ്ടിയിട്ട് വിധി വന്നിട്ടുണ്ടായിരുന്നത്. വേറെ അപ്പീലിനൊന്നും അവര് പോയിട്ടുണ്ടായിരുന്നില്ല. അവര് പാവപ്പെട്ടവരായിരുന്നു. വക്കീല് ഫീസ് പോലും കൊടുക്കാനുള്ള കഴിവ് അവർക്ക് ഉണ്ടായിരുന്നില്ല. അന്നത്തെ ആ ഒരു കുട്ടിയെ ഇയാളും കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലീയെ കാണാനായിട്ട് ഇയാളും തീരുമാനിക്കുന്നുണ്ട്. അവന്റെ പ്ലാൻ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ആ ഒരു നിയമമന്ത്രിയെ താഴെ ഇറക്കുന്നതായിരിക്കും. ശരി, അപ്പൊ പ്രോസിക്യൂട്ടർ യോമിനെ ആ ഒരു ലോ ഓഫീസിലേക്ക് കൊടുക്കും. നിന്റെ അംബീഷൻ എന്താ? എനിക്ക് വേറെ എന്താ, ഞാൻ എന്തായാലും ആ ഒരു ലോ ഓഫീസിലെ ആ മനുഷ്യന്റെ മരുമകനായി തീരും. കൂടുതൽ സ്ത്രീധനം എനിക്ക് കിട്ടും. നിന്നെ കുറിച്ച് ഞാനൊരു കാര്യം കേട്ടിട്ടുണ്ടായിരുന്നു. നിന്റെ ഒരു കൂടെ പഠിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നീ ജഡ്ജായിട്ട് മാറിയത് എന്നുള്ളതാണ്. പക്ഷെ അതല്ലല്ലോ കാര്യം.
നീ എന്നെ കാണാൻ വന്നതിൽ എന്തോ ഒരു കാരണമുണ്ട്. നിനക്ക് എന്താണ് എന്നിൽ നിന്നും വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ലീയും അത് ഞാൻ പിന്നെ പറയാം. വില്ലൻ ജഡ്ജും അവന്റെ അച്ഛന്റെ കാര്യം അവനോട് ചോദിക്കുന്നുണ്ട്. അവനും അത് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. അച്ഛന്റെ കാര്യങ്ങളൊക്കെ വില്ലൻ ജഡ്ജിനോടും പറയുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ കാലല്ലേ, ഇപ്പൊ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് അയാളോടും പറയുന്നുണ്ട്. ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇവന്റെ ചീഫും അതുവഴി പോവുകയായിരുന്നു. വില്ലൻ ജഡ്ജിനെ ലീ വീണ്ടും കണ്ടുമുട്ടി എന്നുള്ള കാര്യം ചീഫും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ആ സംശയം ബേക്കിനോട് ചീഫും പറയുന്നുണ്ട്. ലീയെ കുറിച്ച് എനിക്ക് ചെറിയ സംശയമുണ്ട്. അവൻ ആദ്യത്തെ ദിവസം ഇവിടെ വന്നപ്പോ തന്നെ അയാള് ആ വില്ലൻ ജഡ്ജിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പത്തെ അവരൊരുമിച്ച് ലഞ്ച് കഴിക്കാനായിട്ട് പോയത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ പ്രോസിക്യൂട്ടർ യോമം അയാളുടെ കീഴിലുള്ള ജീനയുടെ സുപ്പീരിയർ ആയിട്ടുള്ള ആളെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവളെ ഒരു കേസ് ഏൽപ്പിക്കണം. ആ നിയമമന്ത്രിയെ കൊടുക്കാനുള്ള വഴി അവൾ എന്തായാലും കണ്ടെത്തുമെന്ന് എനിക്കറിയാം. ഇവിടെ ആ ഒരു കേസിന്റെ ആ ഒരു അച്ഛന്റെ വീട്ടിലേക്കും മേയർ അയച്ചിട്ടുണ്ടായിരുന്ന ഗുണ്ടകളുടെ കാറ് കിടക്കുന്നത് അയാളുടെ ഭാര്യയും കണ്ടിട്ടുണ്ടായിരുന്നു. മേയർ അയച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് പണം കൊടുത്ത് അവരെ ഒതുക്കണമെന്നാണ്. കൂടുതൽ പണം കൊടുക്കണം. പണത്തിന് മുന്നിൽ ആരും വേണ്ടെന്നൊന്നും പറയത്തില്ല. ഇവിടെ ആ ഒരു സുപ്പീരിയറും ജീനയെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. രസിക്കിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിപ്പിച്ചത് എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അയാൾ മറ്റൊരു കാര്യം പറയുന്നത്. കുറച്ച് തെളിവുകൾ എടുത്ത് ജീനയ്ക്കും കൊടുക്കുന്നുണ്ട്. ഇതെന്താ ഇത് നിനക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഒരു കേസ് നിനക്ക് തരാനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിന്നെ മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ. ഇത് ലീ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു നിയമമന്ത്രിയുടെ മകളെ കുറിച്ചുള്ള തെളിവുകളാണ്. അവള് ഡ്രഗ്സ് ഉപയോഗിക്കുമായിരുന്നല്ലോ. ഇവളും ആ ഒരു ഡീറ്റെയിൽസ് വായിക്കുമ്പോഴാണ് ആ ഒരു നിയമമന്ത്രിയാകാൻ പോകുന്ന ആളുടെ മകളാണ് ഇത് എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലാകുന്നത്. ഇയാൾ എന്താ ഇതിനെ കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നതെന്ന് സുപ്പീരിയറിനെയും അവള് വഴക്ക് പറയുന്നുണ്ട്. ആ സമയം പ്രോസിക്യൂട്ടറായ പാർക്കും ഇവളെ വിളിക്കുന്നുണ്ട്. നിനക്ക് സമയമുണ്ടോ, നമുക്കൊന്ന് കാണണം എന്ന് പറയുന്നുണ്ട്. ഇവിടെ ആ ഒരു മേയറുടെ കേസ് വാദിക്കാനായിട്ട് പോകുന്നത് ലീയുടെ മുൻജന്മത്തിലെ ഭാര്യയുടെ ചേച്ചിയാണ്. ലീയും അവളെ മീറ്റ് ചെയ്യുന്നുണ്ട്. അവളെ കാണുമ്പോൾ പഴയ കുറച്ച് ഓർമ്മകൾ അവന് വരുന്നുണ്ട്. അവരുടെ വീട്ടിലേക്ക് ഇവനും വന്നിട്ടുണ്ടായിരുന്നു. അന്നൊന്നും ഇവള് അവനെ മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നീ വിധി പ്രസ്താവിക്കുന്നതിന് മുന്നേ എന്നോട് കൂടെ ഒന്ന് ചോദിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് വലിയ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലല്ലോ. ഇവിടുത്തെ മരുമകനായിട്ട് പോവുകയല്ലേ. അങ്ങനെ വരുമ്പോ ഒരു കാര്യവും ഫ്രീ അല്ല. നമ്മൾ പറയുന്നതൊക്കെ അനുസരിച്ചേ പറ്റൂ. ഇവളും ജഡ്ജിന്റെ മുന്നിലിരുന്ന് ഒരു കാര്യം പറയുന്നുണ്ട്. ഈ ഒരു കേസിൽ അകപ്പെട്ട വിക്ടിംസിന് ആദ്യമേ തന്നെ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ ലീയും ഏതൊക്കെയാണ് ആ വിക്ടിംസ്? അല്ല, ഒരാൾ മരിച്ചിട്ടുണ്ടായിരുന്നു, ബാക്കിയുള്ളവർക്ക് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ലേ? നിങ്ങള് ജഡ്ജിനെ ക്വസ്റ്റ്യൻ ചെയ്യുവാണോ? അയ്യോ, അങ്ങനെയൊന്നും അല്ല. പെട്ടെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ലീയുടെ പെരുമാറ്റത്തിൽ അവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ട്. അവളും അച്ഛനെ വിളിച്ച് ട്രയലിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട്. അച്ഛനും നീ കോൺഫിഡന്റ് ആണല്ലോ എന്ന് ചോദിക്കുമ്പോ അവളും ഞാനിത് എന്തായാലും വിജയിക്കുമെന്ന് പറയുന്നുണ്ട്. ഇവിടെ ആ ഒരു അച്ഛന്റെ അടുത്തും മീഡിയക്കാരി വന്നിരിക്കുകയാണ്. ആ സമയം അവിടെ ഗുണ്ടകളും വരുന്നത് ഇവരും കേൾക്കുന്നുണ്ട്. മീഡിയക്കാരും ഞാൻ പോലീസിനെ വിളിക്കണോ എന്ന് ചോദിക്കുമ്പോ വേണ്ട എന്ന് ആള് പറയുന്നുണ്ട്. അതിനൊരു കാരണമുണ്ട്. നേരത്തെ തന്നെ ലീയും ഒരു കാര്യം ഇയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് പണം തരാമെന്ന് പറഞ്ഞാൽ അത് വാങ്ങിക്കണം. കോടതിയില് അവർക്ക് വേണ്ടിയിട്ടുള്ള ശിക്ഷ ഞാൻ കൊടുക്കുന്നതായിരിക്കുമെന്ന് ലീയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഗുണ്ടകളെയും അകത്തേക്ക് വിളിക്കുന്നുണ്ട്. മീഡിയക്കാരെ സമ്മതിക്കുന്നില്ല. എന്തു പറ്റി? പോലീസുകാരെ നമുക്ക് വിളിച്ചു പറയാം. അതൊന്നും സാരമില്ല. എന്റെ മകന് എന്റെ അവസ്ഥ മനസ്സിലാകും. ആരോടും ഒന്നും പറയണ്ട. ആ ഗുണ്ടകളും അവിടേക്ക് വരുന്നുണ്ട്. അവരും കുറെ പണം ഇയാൾക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെറ്റിൽമെന്റിന് വേണ്ടിയിട്ട് ഇയാളും സൈൻ ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് മതിയല്ലോ, എന്നെ ഇനി ശല്യപ്പെടുത്തരുത് എന്ന് അച്ഛനും പറയുന്നുണ്ട്. മേയർക്ക് സന്തോഷമാകുന്നുണ്ട്. എന്തായാലും സെറ്റിൽമെന്റ് കിട്ടിയല്ലോ. എന്തായാലും ഇനി കേസ് വിജയിക്കുമെന്നാണ് ഇയാളും കരുതുന്നത്. ശേഷം ജീനി നിൽക്കുന്ന സമയത്ത് ആരോ ബൈക്കിൽ വന്ന് ഇവൾക്കൊരു ലെറ്റർ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇവളും റെസ്റ്റോറന്റിലേക്ക് വരുന്നു. നോക്കുമ്പോ പാർക്കും കൂടെ ലീയും ഉണ്ടായിരുന്നു. പാർക്കും ലീയെ ജീനിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്താ ഇവിടെ നടക്കുന്നത്? ഇദ്ദേഹം വരുന്നുണ്ട് എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. ഞാനിവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പിന്നെ കാണാന്ന് പറയുമ്പോ ലീയും എന്തു പറ്റി? ഒരു ജഡ്ജിനെ കേൾക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും ആണോ നിങ്ങൾ സംസാരിക്കാനായിട്ട് പോകുന്നത്? അത് കേൾക്കുമ്പോ അവളും ആദ്യം കണ്ടുമുട്ടിയപ്പോ തന്നെ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടോ എന്ന് ലീയോട് സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. ചിലപ്പോ കഴിഞ്ഞ ജന്മത്തില് കണ്ടുമുട്ടി കാണും. ഞാനെന്ത് ജോലിക്ക് വരുന്ന സമയത്ത് എന്നെ അറിയാമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ? നിങ്ങൾ എനിക്കറിയില്ല. എനിക്ക് അവിടെ ഒരു വക്കീല് കൂട്ടുകാരനുണ്ട്. അവനെയാണ് എനിക്ക് പരിചയം. അവനോടായിരുന്നു ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിനേക്കാളും കൂടുതൽ മറ്റൊരു കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഒരു പ്രോസിക്യൂട്ടർ നിയമമന്ത്രിയാകാൻ പോകുന്ന ആളെ താഴെ ഇറക്കാനായിട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇവൾക്ക് കിട്ടിയ ഒരു കേസിന്റെ ഡീറ്റെയിൽസ് ലീ പറയുന്നത് കേൾക്കുമ്പോ അവൾക്കും ഒരുപാട് അതിശയം തോന്നുന്നുണ്ട്. ഇത് കേൾക്കുമ്പോ പാർക്കിന് അതിശയം. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം എന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? ഇപ്പൊ എന്താ ഇങ്ങനെ ചെയ്യുന്നത്? ജീനയും കേട്ടിട്ട് നീ എന്നെ പറ്റിക്കുവായിരുന്നല്ലേ എന്നൊക്കെ അവനോട് ചോദിക്കുന്നുണ്ട്. നീ എന്നോട് ക്ഷമിക്കണം, എനിക്ക് ചെയ്യേണ്ടി വന്നതാണ്. ജീനയും ഞാൻ ഇവിടുന്ന് പോകാനായിട്ട് പോവുകയാണ്. ഇതെനിക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞ് പോകുമ്പോ ഇവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കത്തും താഴെ വീണ് പോയിട്ടുണ്ടായിരുന്നു. ലീം അത് കണ്ടിട്ട് അതെടുത്ത് നോക്കുന്നുണ്ട്. നോക്കുമ്പോ അതിനകത്ത് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് അതിൽ നിറയെ ബ്ലഡ് ആയിരുന്നു. അത് ടെസ്സിക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവൾ അറിയണം എന്തുമാത്രം ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ഇത് ബ്ലഡ് അല്ലേ? ആഹാ, നിന്നെ അവൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ബ്ലഡ് ഒക്കെ ഉണ്ടല്ലോ. അവൾക്കും ദേഷ്യം വരുന്നുണ്ട്. അവരിലേതോ ഒരുത്തനാണ് എനിക്കിത് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നത്. ഇത് മറ്റാരും ആയിരിക്കില്ല. നീ എന്നാണ് ആ ടെസ്സിക്കിൽ നിന്നും ഇങ്ങനെ ഓടി ഒളിക്കാനായിട്ട് ശ്രമിക്കുന്നത്? നിനക്കെപ്പോഴും വീണ്ടും ഈ ഭീഷണി വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്.
ആ നിയമമന്ത്രിയാകാൻ പോകുന്ന ആളെ താഴെ ഇറക്കാൻ എന്നെ ഒന്ന് സഹായിക്ക്. ആ ടെസ്സിക്കിനെ താഴെ ഇറക്കാൻ ഞാനും സഹായിക്കാം. നിന്റെ യഥാർത്ഥ ടാർഗറ്റ് ആ ടെസ്സിക്ക് തന്നെയല്ലേ എന്ന് പറയുന്നുണ്ട്. ലീ പോയി കഴിയുമ്പോൾ പാർക്കിനോട് അവൻ എങ്ങനെയുള്ള ആളാണെന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. എനിക്കും കൃത്യമായിട്ടൊന്നും അറിയില്ല, എന്നിരുന്നാലും വിക്ടിംസിനോടൊക്കെ അവന് വലിയ സഹതാപമൊക്കെ തോന്നുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ജീനെ ആള് കുറച്ച് അപകടം പിടിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവളും ടെസ്സിക്കിനെ കാണാൻ വേണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇത്രയും ക്യൂട്ട് ആയിട്ടുള്ള ഒരു സൈഡ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് സ്ട്രോങ് ആയ എന്തെങ്കിലും ആണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ എന്നെ വല്ലാതെ നിരാശനാക്കി എന്ന് പറഞ്ഞ് ആ ഒരു ലെറ്ററും കീറിക്കളയുന്നുണ്ട്. അവനും അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ടെസ്സിക്കും അവളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. അവളുടെ അച്ഛൻ ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലിന്റെ ബില്ല് കൊടുക്കാനാണ് ഇവളുടെ സാലറി മുഴുവനായിട്ടും ഇവൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇവള് താമസിക്കുന്നത് ഒരു ചെറിയൊരു വീട്ടിലാണ്. ഓ, അതാണല്ലേ കാര്യം. അങ്ങനെയാണെങ്കിൽ കുറച്ച് പണം അവൾക്ക് കൊടുക്കണം. പണത്തിന്റെ രുചി എന്താണെന്ന് അവൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അത് അവളെ കൊണ്ട് മനസ്സിലാക്കിക്കണം. ഇയാളുടെ വിചാരം എല്ലാം പണം കൊണ്ട് നേടിയെടുക്കാനാകുമെന്നാണ്. ശേഷം ലീയും ജോൻഹോയെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ജോൻഹോയും ഇവിടെ വന്നിരിക്കുന്നതിന് നീ എനിക്ക് വാടക തരണമെന്ന് ലിയോട് പറയുമ്പോ ലിയും ഈ ഒരു സ്ഥലം നിന്റെ ആണെന്നത് പോലെയാണല്ലോ നീ സംസാരിക്കുന്നത്. അത് കേൾക്കുമ്പോ ജോൻഹോയും അതെ, ഇത് എന്റേത് തന്നെയാണ്, ഈ ഒരു ബിൽഡിംഗ് എന്റെ ആണെന്ന് അവന് പറയുമ്പോഴാണ് ലിയും അത് ശ്രദ്ധിക്കുന്നത്. ആ ഒരു വലിയ ബിൽഡിംഗ് ഈ ജോൻഹോയുടെ പേരിലായിരുന്നു. നീ എന്നോട് ഇത് പറഞ്ഞില്ലല്ലോ. ആ കാറും മര്യാദയ്ക്ക് നിനക്ക് എന്റെ പേരിൽ എടുത്തു തരായിരുന്നു എന്നൊക്കെ ലീയും അവനോട് പറയുന്നുണ്ട്. ആ സമയമാണ് ലീ മീഡിയക്കാരി വിളിച്ചിട്ട് ഒരു കാര്യം സംസാരിക്കുന്നത്. മീഡിയക്കാരി ഇവനോട് പിണക്കത്തിലാണ്. അന്ന് സീഹി വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഈ ഒരു കേസിനെ കുറിച്ചും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവനും അവളുടെ കൂടെയാണ് ഈ ഒരു മേയറിനെ ഇവൻ ശിക്ഷിക്കാൻ പോകുന്നില്ല എന്നാണ് ഇവളും കരുതിയിട്ടുണ്ടായിരുന്നത്. അക്കാര്യം അവനോട് ചോദിക്കുന്നുണ്ട്. അതിനവനും ജഡ്ജിമാരെപ്പോഴാ പാർഷ്യാലിറ്റി കാണിക്കാനായിട്ട് തുടങ്ങിയത്? നീ ഒരു കാര്യം എനിക്ക് വേണ്ടി ചെയ്യണം. ആ ഒരു കേസിലെ മറ്റു വിക്ടിംസിനെ പോയി ഒന്ന് കാണണം, എന്നിട്ട് കുറച്ച് തെളിവുകളും ശേഖരിക്കണം. അത് കേൾക്കുമ്പോൾ അവളും ആദ്യം ആ ഒരു നായ്ക്കുട്ടി നഷ്ടമായ ഒരു മനുഷ്യനുണ്ടായിരുന്നു, അയാളെ വീട്ടിൽ പോയി കാണുന്നുണ്ട്. അയാളുടെ വീടാകെ ആ ഒരു നായ്ക്കുട്ടിയുടെ ഫോട്ടോയാണ് ഉണ്ടായിരുന്നത്. അയാൾ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അയാൾക്ക് അയാളുടെ ഒരു കുടുംബം പോലെയാണ് ആ ഒരു നായ്ക്കുട്ടിയും ഉണ്ടായിരുന്നത്. അവിടെ ഒരു ക്യാമറ ഇരിക്കുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. ശേഷം ഇവള് ആ ഒരു റോഡ് തകർന്നു വീണിട്ടുണ്ടായിരുന്ന അതിന്റെ അടുത്ത് ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു. അവിടുത്തെ ആ ഒരു സ്ത്രീയോടും കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. അവരും അത് പറഞ്ഞു കൊടുക്കുന്നു. ആ ആക്സിഡന്റ് നടക്കുന്നതിന് മുന്നേ റോഡിലെ ചില ക്രാക്ക് വീണ് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഡിസ്ട്രിക്ട് ഓഫീസിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ കട്ട് ചെയ്ത ട്രയലാണ് കാണിക്കുന്നത്. ലീം 12 വിക്ടിംസ് ഉണ്ടായിരുന്നു. അവരെല്ലാവരെയും മേയർ സെറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി കേസൊന്നും വരില്ല എന്നാണ് ഈ മേയറും കൂട്ടരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ആ സമയമാണ് ആ അച്ഛന്റെ വക്കീലും ഒരു കാര്യം എഴുന്നേറ്റ് പറയുന്നത്. ഈ സെറ്റിൽമെന്റ് അവരെ കൊണ്ട് ഫോഴ്സ് ആയിട്ട് ചെയ്യിപ്പിച്ചതാണ്, ഗുണ്ടകളെ കൊണ്ട് വിരട്ടിയാണ് ഇവരെ കൊണ്ട് സൈൻ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് മറ്റൊരു കാര്യം കാണിക്കുന്നത്. ഈ ഒരു അച്ഛന്റെ വക്കീലും കോടതിക്ക് അകത്തേക്ക് കയറി പോകുന്ന സമയം മീഡിയക്കാരി അയാളെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് എവിഡൻസും കൈമാറിയിട്ടുണ്ടായിരുന്നു. എന്റെ കയ്യില് ഒരു വീഡിയോ ഉണ്ട്. അതിനകത്ത് ഈ മേയറുടെ ആൾക്കാര് ഈ വിക്ടിംസിനെ വന്ന് ഭീഷണിപ്പെടുത്തുന്നത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മുൻഭാര്യയുടെ ചേച്ചിയും ഒബ്ജക്ഷൻ വിളിക്കുമ്പോ അവളോട് ഇരിക്കാനായി ലീം പറയുന്നുണ്ട്. ആ വീഡിയോ കാണിക്കാണ്. ആ ഒരു നായ്ക്കുട്ടിയെ നഷ്ടമായ ആ മനുഷ്യനെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മേയറുടെ ഗുണ്ടകളും ഉപദ്രവിക്കുന്നത് ആ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് പതിഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയിൽ ഉള്ളവർ തന്നെ ഈ കോടതിക്കകത്തും ഉണ്ടായിരുന്നു. ആൾക്കാർ പിറുപിറുക്കുന്നുണ്ട്. മേയറിനും ദേഷ്യം വരുന്നു. അപ്പൊ സെറ്റിൽമെന്റ് ഉണ്ട്, പക്ഷെ കൃത്യമായിട്ട് ചെയ്തതല്ല. ചേച്ചിയും ഒരു വീഡിയോയില് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാ വിക്ടിമിനെയും ഇതുപോലെയാണ് സെറ്റിൽ ചെയ്തതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതിന് അച്ഛന്റെ വക്കീലും എന്റെ കയ്യിൽ മറ്റൊരു തെളിവുണ്ട്. ആ ഒരു റോഡിന്റെ സൈഡിൽ ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു. അവിടുത്തെ ഉടമയെ ഇതുപോലെ സെറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു റോഡില് ആക്സിഡന്റ് മുന്നേ തന്നെ ക്രാക്കുകൾ വീണിട്ടുണ്ടായിരുന്നു. അത് ഡിസ്ട്രിക്ട് ഓഫീസിൽ വിളിച്ചു പറഞ്ഞിട്ടും ആരും തന്നെ ഇവിടേക്ക് വന്ന് അത് നോക്കിയതുമില്ല, അതിനെ അവഗണിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് മീഡിയക്കാരും അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവരിവിടെ നിന്ന് നോക്കി വേറെ ഒരു പ്രശ്നം കണ്ടില്ല എന്നാണ്. നിങ്ങൾ മറ്റാരോട് ഇത് പറഞ്ഞില്ലേ? ഞാൻ പറയാനായിട്ട് ശ്രമിച്ചു. ആ മേയർ വന്ന് പച്ച കള്ളമാണ് ടിവിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ ടിവിയിലെ ആൾക്കാർ വന്നപ്പോ മേയർ കള്ളം പറയുകയാണെന്ന് ഞാൻ പറഞ്ഞതാ. പെട്ടെന്ന് എന്നെ ആരോ പിടിച്ചു വെച്ചു. അത് ആ മേയറുടെ ഗുണ്ടയാണ്. എനിക്ക് ഒന്നും തന്നെ പറയാനായിട്ട് സാധിച്ചില്ല. ഈ ഒരു വോയിസ് റെക്കോർഡിംഗ് അവിടെ കേൾപ്പിക്കുന്നുണ്ട്. മീഡിയക്കാരി ഞാൻ കൊണ്ടുവന്നതാണ് എന്ന് ലിയോട് അവിടെ ഇരുന്ന് ആക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം സെറ്റിൽമെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ വയലൻസും ചെയ്തിട്ടുണ്ട് എന്നാണ്. ഇനി ക്രിമിനൽ കേസ് കൂടെ വരുമല്ലോ. വീഡിയോയിൽ കൃത്യമായിട്ട് പതിഞ്ഞിട്ടുണ്ട് ഇവിടെ അയാളെ മർദ്ദിക്കുന്നതും മറ്റും. അതുകൊണ്ട് ക്രിമിനൽ ചാർജസും ഇയാളുടെ പേരില് ചേർക്കുകയാണ്. പ്രോസിക്യൂഷൻ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് തരണമെന്ന് ലീയും പറയുന്നു. ഇത് കേട്ട മേയർ ക്രിമിനൽ ചാർജോ? നമ്മൾ എന്താ ചെയ്യാനായിട്ട് പോകുന്നത്? അതിന്റെ ചേച്ചിയും നിങ്ങളോടാരാ അവരെ ഭീഷണിപ്പെടുത്താനായിട്ട് പറഞ്ഞത്? അച്ഛനും ഇപ്പോഴാണ് ഒരു സമാധാനാകുന്നത്. അതിലേക്കും മനസ്സിലാകുന്നുണ്ട്. ഇതിന്റെ വിധി ക്രിമിനൽ ട്രയൽ കൂടെ കേട്ടിട്ട് മാത്രമേ പറയാനായിട്ട് സാധിക്കൂ. ഈ ഒരു റോഡിന്റെ ഈ ഒരു പ്രശ്നത്തിന് 500 മില്യൺ വോൺ ഇയാൾ തരേണ്ടതായിട്ട് വരും എന്ന വിധിയാണ് ലീയും പ്രഖ്യാപിക്കുന്നത്. എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട്. ശേഷം മീഡിയക്കാരി ലീയെ വന്ന് കാണുന്നുണ്ട്. അവനും നിന്റെ വർക്ക് കൊള്ളാമെന്ന് അവളോടും പറയുന്നുണ്ട്. ഇവിടെ വില്ലൻ ജഡ്ജിന്റെ സെക്രട്ടറിയും ഇക്കാര്യം വില്ലൻ ജഡ്ജിനോട് വന്ന് പറയുന്നുണ്ട്. ഈ ഒരു പ്രോസിക്യൂട്ടറിനാണ് ആ ഒരു കേസ് പോയിരിക്കുന്നത്. ആ ഒരു പ്രോസിക്യൂട്ടർ വേറെ ആരുമല്ല, ഇവന്റെ ആദ്യത്തെ കേസിന്റെ പ്രോസിക്യൂട്ടറാണ് ആ ഒരു സീരിയൽ കില്ലർ കേസ്. സോളിലും അവർ ഒരുമിച്ചാണ് ഇവിടേക്ക് വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ മേയർ പിടിക്കപ്പെട്ട ആ മന്ത്രിയും എന്തായാലും അകത്തേക്ക് പോകും. അയാള് എത്ര പണം
പണമാണ് ഇവിടേക്ക് തരുന്നതെന്ന് ചോദിക്കുമ്പോ സെക്രട്ടറിയും ഏകദേശം 2 ബില്യൺ വോൺ തരുന്നുണ്ടെന്ന് പറയുമ്പോ എന്തായിരുന്നാലും ആ മേയറോട് ഇനി അധികം സംസാരിക്കുകയോ കൂടുതൽ കണക്ഷൻ ഒന്നും വേണ്ട എന്ന് ആ മിനിസ്റ്ററോടും പറയണം. സെക്രട്ടറിയും ആ ഒരു ലീയെ വിശ്വസിക്കാൻ കൊള്ളാമോ എന്ന് എനിക്ക് സംശയമുണ്ട്, അത് എനിക്കും ബോധ്യമാകണമെന്ന് വില്ലൻ ജഡ്ജും പറയുന്നുണ്ട്. ശേഷം ലീയും ആ ഒരു ട്രയലിനെ കുറിച്ച് ബേക്കിനോടും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ചീഫ് ഇയാളോട് വില്ലൻ ജഡ്ജിനെ കണ്ട കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബേക്കും അക്കാര്യം അവനോടൊന്ന് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? പക്ഷെ അവൻ കൃത്യമായ മറുപടിയൊന്നും അയാളോട് പറയില്ല. ലീയും പുറത്തിറങ്ങിയിട്ട് ബേക്കിനോട് ഒന്ന് പറയാൻ സമയമായിട്ടില്ല. ഇവിടെ സീഹിയുടെ ചേച്ചിയോടും അച്ഛൻ വഴക്ക് പറയുന്നുണ്ട്. ഈ വീഡിയോ എങ്ങനെ പുറത്തു വന്നത്? അവളും ആ മേയറിന് ഗുണ്ടകളുമായിട്ടൊക്കെ അടുപ്പമുണ്ട്. അയാള് വിക്ടിമിനെ ഭീഷണിപ്പെടുത്തിയാണ് സെറ്റിൽമെന്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് കിട്ടുന്ന എല്ലാ ക്ലയൻസും വൃത്തിയിട്ടവന്മാരാണല്ലോ, ഗ്യാങ്സ്റ്റേഴ്സ്, സീരിയൽ കില്ലേഴ്സ്. ഇതിന്റെ റിസ്ക് ഒന്ന് കുറയ്ക്കണം, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അവളോടും ആവശ്യപ്പെടുന്നുണ്ട്. ആ സമയം സീഹി അവിടേക്ക് വന്നിട്ട്, എന്താ ഇവിടെ ഒരു ചർച്ച? എന്റെ ബാഗ് കൊള്ളാമോ എന്ന് ചോദിക്കുമ്പോൾ ക്ലീൻ ചെയ്തിട്ട് അത് എന്റെ അടുത്തേക്ക് കൊണ്ടുവരണമെന്ന് ചേച്ചിയും പറയുന്നുണ്ട്. ആ സമയം ലീയും അവിടേക്ക് വരുന്നുണ്ട്. ആ ഒരു കേസിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഇവിടേക്ക് വരുന്നത്. ഇതാരാണെന്ന് ഇവന്റെ കഴിഞ്ഞ ജന്മത്തിലെ അളിയനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ലീയാണ്. നമ്മളില് ഒരാളാവാനായിട്ട് ഇവന് പോവുകയാണ്. അവന് പരിചയപ്പെടുന്നുണ്ട്. അളിയനെ ഇവന് നന്നായിട്ട് പരിചയമുണ്ട്. പഴയ കാര്യങ്ങളൊക്കെ ഇവന് ഓർക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല ചിരിയാണല്ലോ എന്നൊക്കെ അളിയനും അവനെ പുകഴ്ത്തുന്നുണ്ട്. ചേച്ചിയും, നിങ്ങൾക്ക് ഈ കേസ് ഞങ്ങൾ ജയിക്കണമെന്ന് ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങൾ ആ സമയം അവിടേക്ക് അഡ്മിറ്റ് ചെയ്യാനായിട്ട് പാടില്ലായിരുന്നു. ഞാൻ അപ്പോൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ മീഡിയയും മറ്റും ഞാൻ ഇവിടുത്തെ ലോ ഓഫീസുമായിട്ട് ചേർന്നിട്ട് അവരെ പറ്റിക്കുകയാണെന്ന് വിചാരിക്കില്ലേ? അത് ശരിയാ, ഒരു ജഡ്ജ് പാർഷ്യാലിറ്റി കാണിക്കാനായിട്ട് പാടില്ല. മേയറിന്റെ കള്ളപ്പണത്തെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അയാളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. റിസ്ക് കുറയ്ക്കാമല്ലോ. ശേഷം പാർക്കും മേയറെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അയാളാണെങ്കിൽ ഒരക്ഷരം മിണ്ടുന്നില്ല. എലിയും ഇവനെ നേരത്തെ തന്നെ വിളിച്ച് ഇയാൾക്ക് മിനിസ്റ്ററുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവനാണെങ്കിൽ ഒന്നും ചോദിക്കാനും പറ്റുന്നില്ല. അയാളാണെങ്കിൽ ഒന്നും പറയുന്നില്ല. ടെമ്യൂൺ കൺസ്ട്രക്ഷൻ കമ്പനി നിങ്ങളുടേതല്ലേ? എനിക്ക് ഗുളിക കഴിക്കാൻ സമയമായി കേട്ടോ എന്ന് പറഞ്ഞ് കുറച്ച് ടാബ്ലറ്റ്സ് എടുത്ത് കഴിക്കുന്നുണ്ട്. നിങ്ങളെ മേയറാക്കി മാറ്റിയത് ആ ഒരു മിനിസ്റ്റർ ആണല്ലേ എന്ന് പറഞ്ഞ് ആളുടെ പേരും പാർക്ക് പറയുമ്പോ മേയറിന്റെ മുഖവും ഒന്ന് വാടുന്നുണ്ട്. അയാൾ എന്തായാലും നിങ്ങളെ ഉപേക്ഷിക്കാനായിട്ട് പോവുകയാണ്. എന്റെ കൂടി കൂടുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. പുതിയ ഇലക്ഷനൊക്കെ വരാനായിട്ട് പോവുകയല്ലേ? അയാള് അതും ആലോചിച്ച് നടന്നു പോകുമ്പോ ആ മിനിസ്റ്ററും ഇയാളെ വിളിക്കുന്നുണ്ട്. എന്റെ പേരൊന്നും അവിടെ നിങ്ങൾ പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ, ഇല്ല, നിങ്ങളുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് മിനിസ്റ്ററോടും പറയുന്നുണ്ട്. ഇങ്ങനെ വിളിക്കുന്നത് പാർക്ക് ലീയോട് വിളിച്ച് പറയുന്നുണ്ട്. എന്തായാലും അയാള് മിനിസ്റ്ററെ ആയിരിക്കും വിളിക്കാനായിട്ട് പോകുന്നത്. അവർക്ക് തമ്മിലുള്ള വിശ്വാസം എന്തായാലും നഷ്ടപ്പെടാനായിട്ട് പോവുകയാണ്. ആ മിനിസ്റ്ററും വില്ലൻ ജഡ്ജിന്റെ കൂടെയാണ് ഉണ്ടായിരുന്നത്. അവരും ഒരു ഡിസ്കഷൻ നടത്തുന്നുണ്ട്. വില്ലൻ ജഡ്ജും ആ ഒരു മേയർക്ക് ഗുണ്ടകളുമായിട്ട് അടുപ്പമുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അതുകൊണ്ട് അയാളുമായിട്ടുള്ള കണക്ഷനൊക്കെ വിടുന്നതാണ് നല്ലത്. നിങ്ങളുടെ പേരെങ്ങാനും വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ നിലനിൽപ്പിനെ അത് ബാധിക്കും. ഈ വില്ലൻ ജഡ്ജ് പറഞ്ഞതനുസരിച്ച് ഈ മേയർക്കും കൂട്ടാളിക്കും പാസ്പോർട്ടും കുറച്ച് പണവും ഇവര് കൊടുക്കുന്നുണ്ട്. ഇവിടുന്ന് പോകാനാണ് അവരും ആവശ്യപ്പെടുന്നത്. ഇതൊരു വെക്കേഷനായിട്ട് കരുതിയാൽ മതി എന്ന് മിനിസ്റ്ററും മേയറോട് പറയുന്നുണ്ട്. കൂട്ടാളിയും, എനിക്കൊരു സംശയം, നമുക്കിനി തിരിച്ചു വരാനായിട്ട് സാധിക്കില്ലേ? അതിനെക്കുറിച്ച് ഓർത്ത് എന്തെങ്കിലും വിഷമിക്കേണ്ട. ആ മിനിസ്റ്ററുടെ കള്ളപ്പണത്തെ കുറിച്ചുമുള്ള എല്ലാ ഡീറ്റെയിൽസും എന്റെ കയ്യിലുണ്ട്. ഞാൻ ജയിലിലേക്ക് പോവുകയാണെങ്കിൽ അവനും എന്റെ കൂടെ വരുന്നതായിരിക്കും. ബോട്ടിന്റെ സമയം എത്രയാണ്? 3 മണിയാണെന്ന് അയാളും പറയുന്നുണ്ട്. ഇവരുടെ ലൊക്കേഷൻ കണ്ടുപിടിച്ച ലീയും അവിടേക്ക് വരുമ്പോ ജോൻഹോയോടും അവിടേക്ക് വരാനായി ഇവനും ആവശ്യപ്പെടുന്നു. മേയറും ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈബ്രറിയുടെ അകത്തേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് മെഡിസിൻസ് വാങ്ങാനില്ലേ? ഞാൻ വാങ്ങിയിട്ട് വരാന്ന് പറഞ്ഞ് കൂട്ടാളിയും പുറത്തേക്ക് പോകുന്നുണ്ട്. ലീയും അവിടെ എത്തുന്നു. മേയറുടെ കൂട്ടാളി പുറത്തേക്ക് പോകുന്നത് ലീ കണ്ടിട്ടുണ്ടായിരുന്നു. മേയർ അകത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് ആരോ വന്ന് ഇയാളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അത് മറ്റാരുമല്ല, വില്ലൻ ജഡ്ജ് അയച്ചിട്ടുണ്ടായിരുന്ന അയാളുടെ സഹായിയായിരുന്നു. മേയറെ ഇവരും കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ് ആ മിനിസ്റ്ററെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ലീം എന്ന് മനസ്സിലാക്കി അകത്തേക്ക് പോകുന്നുണ്ട്. നോക്കുമ്പോ മേയറെ അയാളെ അറ്റാക്ക് ചെയ്യുന്നത് ലീ കണ്ടിട്ടുണ്ടായിരുന്നു. അയാളെ ലീയും ചവിട്ടി താഴെ ഇടുന്നുണ്ട്. ഇവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.